വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 32. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഇതോടെ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. മുത്തശ്ശൻ നെടുവീർപ്പോടുകൂടി പറഞ്ഞു, മുത്തശ്ശ, നമുക്കിതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലേ? സാരംഗ് വേദനയോടെ ചോദിച്ചു. ചില കൂടിച്ചേരലുകൾക്കും വേർപിരിയലുകൾക്കും വല്ലാത്ത ദുഃഖമാണ് മോനെ. അത് അനിവാര്യവുമായിരിക്കും. ഇനിയും ഒന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. മുകളിലേക്ക് കയറിപ്പോയ സത്യ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അത്യാവശ്യം കുറച്ച് ഡ്രസ്സും സത്യയുടെയും നന്ദുവിൻ്റെയും വിവാഹ ഫോട്ടോയും എടുത്ത് ബാഗിനുള്ളിലാക്കി. ഒരുപാട് ടെൻഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത്. ഡ്രോയിൽ നോക്കുമ്പോൾ ഒരൊറ്റ പാക്കറ്റ് പോലും ഇല്ല. ഒരിക്കൽ ബാൽക്കണിയിൽ നിന്നും വലിക്കുന്നത് കണ്ട് നന്ദു എടുത്തു മാറ്റിയതാണെന്ന് അവൻ ഓർത്തു. സാരംഗ് മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടാണ് സത്യ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഈ യാത്ര അത് നിനക്ക് ഒഴിവാക്കിക്കൂടെ സത്യ? ഇല്ലടാ, ഇതിനി ഒഴിവാക്കാൻ കഴിയില്ല. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ അവളെ കാണാൻ ചെന്നത്. എന്നോട് ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സുമായാണ് അവൾ ജീവിക്കുന്നത്. അതിനവളെ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. പോരാത്തതിന് ഇപ്പോഴുള്ള ജോലി ഞാൻ കാരണമായി ഇല്ലാതായില്ലേ? ഒന്നും വേണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. കയ്യിലിരുന്ന വിലപ്പെട്ടതിനെയാണ് വലിച്ചെറിഞ്ഞു കളഞ്ഞത്. ഇപ്പോൾ എടുത്ത് മാറോട് ചേർക്കാൻ നോക്കിയിട്ടും കഴിയുന്നില്ല. നീ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവല്ലേ സത്യ. എല്ലാം നേരെയാവും. ഇത് നിന്റെ ഒളിച്ചോട്ടമായി മറ്റുള്ളവർക്ക് കാണാൻ കഴിയൂ. അല്ല സാരംഗ്, ഒരിക്കലും അല്ല. ഇതെൻ്റെ ഒളിച്ചോട്ടമല്ല. മറിച്ച് എൻ്റെ അഭാവത്തിൽ അവൾക്ക് കുറെ കൂടി സ്ട്രോങ് ആയി മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥയിൽ ഞാൻ അവൾക്കൊരു ശല്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് മാറുന്നത്. ആ സമാധാനമെങ്കിലും അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിയണ്ടേ? പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യയെ കാത്ത് ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. അപ്പോൾ ഇനിയൊരു യാത്ര പറച്ചിലിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്നെ യാത്രയാക്കാൻ ആരും എയർപോർട്ടിൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ തനിയെ പൊയ്ക്കോളാം. എന്നെ ബാലേട്ടൻ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ആരുടെയും മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ നിറഞ്ഞ കണ്ണുകളോടെ സത്യ പുറത്തേക്ക് ഇറങ്ങി. സത്യ കാനഡയ്ക്ക് പോയി എന്ന വിവരം നന്ദുവിന് ഷോക്കായിരുന്നു. ഒരിക്കൽ പോലും അവനിൽ നിന്നും അകന്നു മാറി നിൽക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ക്ഷമിക്കാനും കഴിയുന്നില്ല. പക്ഷെ താൻ കാരണമാണ് ഈ നാടുവിടൽ എന്നത് അവൾക്ക് വല്ലാത്ത വേദന നൽകി. ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. കണ്ണുമുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും നടന്നാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ അപ്പോൾ തോന്നിയില്ല. എങ്കിൽ ഒരിടത്തും പോകുമായിരുന്നില്ല. ഇവിടെ തന്നെ കണ്ടേനെ. സത്യ പോയി ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഈശ്വരമംഗലത്ത് നിന്നും എല്ലാവരും അവളെ കാണുന്നതിനായി വീട്ടിലെത്തി. പതിവ് പോലെ പലഹാരങ്ങളും ഫ്രൂട്ട്സും അങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാം ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ചെക്കപ്പിന് കൊണ്ടുപോയിരുന്നത്. ഡോക്ടർ പവിത്ര അത്രയും കാര്യമായാണ് അവളെ കെയർ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സത്യ വിളിക്കൂ എന്നല്ലാതെ പ്രത്യേകിച്ച് ആരെയും തിരക്കിയില്ല. ആ കാര്യങ്ങളൊക്കെ സുമാമയുടെയും ലതയുടെയും അടുത്തു നിന്നാണ് അറിഞ്ഞിരുന്നത്. എല്ലാ ചടങ്ങുകളും കാണണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നിസ്സഹായരുണ്ട്. അതെല്ലാവരും മറന്നു പോകുന്നു. സുമ പറയുമ്പോൾ കണ്ണു തുടച്ചുപോയി എല്ലാവരും. അപ്പോഴും സാരംഗ് വീഡിയോ കോളിൽ നന്ദുവിനെ സത്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി വണ്ണം വച്ചിട്ടുണ്ട്. കവിളൊക്കെ ചാടി, വയറും കുറച്ച് വീർത്തിട്ടുണ്ട്. മുഖമൊക്കെ തുടുത്ത് പെണ്ണിനെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ മുഖം വാരിയെടുത്ത് നിറയെ ചുംബനം കൊണ്ട് മൂടാൻ തോന്നി സത്യയ്ക്ക്. മോളെ, മുത്തശ്ശൻ്റെ കാര്യം നിനക്കറിയാമല്ലോ. മാധവനും രവീന്ദ്രനും ഓരോരോ ബിസിനസ്സിൻ്റെ പുറകെയാണ്. സാരംഗിനെ കൊണ്ട് മാത്രം കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഉത്തരവാദിത്വത്തോടു കൂടി ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ സാരംഗിന് അതൊരു ബലമാണ്. ഇപ്പോൾ തന്നെ കമ്പനിയിൽ അത്യാവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും മുത്തശ്ശൻ മോളെ വലിച്ചിഴയ്ക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ മുത്തശ്ശന് മനസ്സിലാകും. എങ്കിലും കമ്പനിയിൽ സത്യയുടെ പോസ്റ്റ് ഇപ്പോഴും ഒഴിവിലാണ്. ആ സ്ഥാനത്തേക്ക് അവൻ്റെ അഭാവത്തിൽ നീ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വളരെ കുറച്ചു പേർ മാത്രമേ നമുക്കവിടെയുള്ളൂ. എൻ്റെ കുട്ടി ഇത്രയും പാടുപെട്ട് ഉയർത്തിക്കൊണ്ട് വന്നതാണത്.
അതില്ലാതെ പോകുന്നു എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആലോചിച്ചതിന് ശേഷം ഒരു മറുപടി പറഞ്ഞാൽ മതി. പറ്റിയില്ലെങ്കിൽ അതും തുറന്നു പറയാം. രണ്ടായാലും എത്രയും പെട്ടെന്നൊരു മറുപടി നീ ഞങ്ങളെ അറിയിക്കണം. രാത്രിയായിട്ടും നന്ദുവിൻ്റെ ആലോചന കഴിഞ്ഞില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവളുടെ ചിന്തയിൽ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഒരുപാട് തവണ അമ്മയും അപ്പച്ചിയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈശ്വരമംഗലം ഇന്ന് കാണുന്ന തരത്തിലെത്താൻ ഒരുപാട് പാടുപെട്ട ആളാണ് സത്യയെന്ന്. അത് മറ്റാരെക്കാളും നന്നായി നന്ദുവിനും അറിയാം. അതുകൊണ്ട് തന്നെ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നന്ദു ഉറക്കമുണർന്നത് ആ തീരുമാനത്തോടൊപ്പമാണ്. വേഗത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് ഫ്രഷായി ഒരു കോട്ടൺ സാരി ഉടുത്തു. മുടി ബൺ ചെയ്ത് വെച്ച് വാച്ചും ബ്രേസ്ലെറ്റും അണിഞ്ഞ് കഴുത്തിൽ കുഞ്ഞൊരു ചെയിനും അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ലോക്കറ്റ്. ഹോളിലേക്ക് നടന്നു വരുന്ന മകളെ കണ്ട് അച്ഛനും രമേശനും ഉൾപ്പെടെയുള്ളവർ അന്തം വിട്ടുപോയി. 7ാം മാസത്തെ ചെക്കപ്പിന് പോകുമ്പോൾ അമ്മയെയും കൂടെ കൂട്ടി. ഈ സമയം ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും ആവശ്യമുള്ളതാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് കുഞ്ഞിനെയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാ പേർക്കും അവരുടെ പിടിവാശിയും വൈരാഗ്യവുമാണ് വലുത്. ആർക്കും ആരെയും മനസ്സിലാക്കാനുള്ള ക്ഷമയുമില്ല. മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ജീവിതം കൈവിട്ടു പോകും. തീരുമാനമെടുക്കാനുള്ള അവകാശം അവരവരുടേതാണ്. അതിലാർക്കും കൈകടത്താനും കഴിയില്ല. ഇതൊക്കെ തന്നെ എന്നോട് പറയേണ്ട അധികാരവും അവകാശമൊന്നും എനിക്കില്ല. പക്ഷേ എന്നാലും ഒരു അനിയത്തിയെപ്പോലെ കരുതി പറയുന്നു എന്നേയുള്ളൂ. മാർത്താണ്ഡൻ ഡോക്ടറിൽ നിന്ന് തന്നെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ എനിക്കറിയാം. തെറ്റിദ്ധാരണകൾ മാറ്റി കുഞ്ഞിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒന്നാകണം. ഈ സമയത്ത് അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും കുഞ്ഞിനെ സ്വാധീനിക്കാൻ കഴിയും. ഡോക്ടറുടെ നേർക്ക് അവൾ ചെറുതായി പുഞ്ചിരിച്ചു. ഇനി ഞാൻ ഡോക്ടറെ കാണാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും ഉണ്ടായിരിക്കും. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർ അതേ പുഞ്ചിരി നൽകി അവൾക്ക്. അക്കൗണ്ടിംഗ് ക്യാബിനിലേക്ക് അനിലിനെ വിളിച്ചു സാരംഗ്. വെരികിനെ പോലെ ക്യാബിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാരംഗ്. അക്കൗണ്ടിൽ നിന്നും ഇത്രയും വലിയൊരു തുക ഡെബിറ്റായി പോവുകയെന്ന് വെച്ചാൽ അത് അക്കൗണ്ടിംഗ് സെക്ഷനിൽ അറിയാതിരിക്കാൻ വകയില്ല. അനിൽ ക്യാബിനിലേക്ക് കടന്നു വരുമ്പോൾ സാരംഗിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അനിൽ, നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഒരത്യാവശ്യം വന്നപ്പോൾ സത്യ ഇവിടെ നിന്ന് മാറി നിന്നത്. പക്ഷേ അതൊരു അവസരമായി മുതലാക്കി ഈ കമ്പനിയെ തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അനിൽ നിൽക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും 50 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ നിന്നും ലോസ് ആയിരിക്കുന്നത്. അത് ഏത് അക്കൗണ്ടിൽ എങ്ങനെ പോയി എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അനിലിന് ഒരാഴ്ചത്തെ സമയം തരുന്നുണ്ട്. അതിനിടയിൽ അക്കൗണ്ടിൽ നിന്നും പോയ ക്യാഷ് കമ്പനിയിൽ തിരിച്ചടച്ച് അതിനുശേഷം തനിക്ക് ഈ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാം. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ കാര്യങ്ങൾ ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്ന്. സാർ, എനിക്ക് അനിൽ നിന്ന് വിൽക്കാൻ തുടങ്ങി. അനിലിന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ക്ലിയർ ഔട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കമ്പനിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് സാരംഗിന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവൻ അതെല്ലാം മുത്തശ്ശനുമായി പങ്കുവച്ചത്. സത്യയുടെ അസാന്നിധ്യത്തിൽ ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാനും സാരംഗിന് പുറത്തേക്ക് മറ്റു പോകാനും പറ്റൂ. അതുകൊണ്ടാണ് നന്ദുവിനോട് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. നന്ദു ഓഫീസിൽ ജോയിൻ ചെയ്തു. എല്ലാവരും അവളോട് വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്നത്. സത്യയുടെ ക്യാബിൻ്റെ തൊട്ടടുത്ത ക്യാബിൻ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തത്. സത്യയുടെ ക്യാബിൻ ഉപയോഗിക്കാൻ സാരംഗ് പറഞ്ഞെങ്കിലും അവൾ അതിന് കൂട്ടാക്കിയില്ല. ഏകദേശം 1 മാസമായി നന്ദു ജോയിൻ ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം അവൾ പഠിച്ചെടുത്തു. അക്കൗണ്ടിംഗ് സെക്ഷനിലെ കീർത്തി കുറച്ച് ദിവസമായി അനിലിൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ് അവൻ്റെ ചില ഇടപാടുകളിൽ സംശയം തോന്നി അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് 50 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ കണ്ണിൽപ്പെട്ടത്. എന്നാൽ അത് കമ്പനി ആവശ്യങ്ങൾക്കോ മറ്റുമായി ഒന്നുമല്ല. അവളുടെ സംശയം നന്ദുവിനെ ബോധ്യപ്പെടുത്തി. നന്ദുവിനത് സത്യമാണെന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് സാരംഗിനെ അറിയിച്ചു. സാരംഗ് ഓഡിറ്ററുമായി സംസാരിച്ചതിൽ നിന്ന് അത് ശരിയാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ കാര്യം സത്യയെ വിളിച്ചറിയിച്ചു. സത്യയുടെ നിർദ്ദേശപ്രകാരവും മറ്റും അറിയുന്നതിന് മുമ്പ് അനിലുമായി മാത്രം സംസാരിച്ച് ക്യാഷ് എത്രയും പെട്ടെന്ന് കമ്പനിയിൽ തിരിച്ചടയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യിച്ചു. എന്നാൽ അനിലിന് പുറത്ത് യൂണിയനുമായി വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് പൈസ തിരിച്ചടയ്ക്കാതെ കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന നടപടിയിലേക്കാണ് അവൻ എത്തിയത്. ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാനേജ്മെൻറ്റ് അവനെ പുറത്താക്കാനുള്ള ശ്രമമാണെന്ന് അവൻ എല്ലാവരെയും അറിയിപ്പിച്ചു.
ഒടുവിൽ ഭൂരിഭാഗം തൊഴിലാളികളെയും അവന് തൻ്റെ വശത്താക്കാൻ കഴിഞ്ഞു. പ്രശ്നം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് സത്യയോട് അഭിപ്രായം തേടുന്നത്. ഒരാഴ്ചത്തെ സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ആ മോൻ ഈ വേല ചെയ്തത്. സാരംഗ് ഫോണിലൂടെ സത്യയോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഓഫീസിൽ നിന്നിറങ്ങി നന്ദുവിനെ വീട്ടിലാക്കി ഈശ്വരമംഗലത്തേക്ക് പോവുകയായിരുന്നു സാരംഗ്. കണ്ണു തുളച്ച പ്രകാശവുമായി ഒരു വണ്ടി മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്നും യൂണിയൻ ലീഡർ ചെല്ലപ്പനും അനിലും കണ്ടാൽ തിരിച്ചറിയുന്ന 1-2 പേര് ഇറങ്ങി. നീയൊക്കെ വലിയ മുതലാളിമാർ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? നിൻ്റെയൊക്കെ കയ്യിൽ കൂടുതലുള്ള പണം ഞങ്ങൾ അല്പം എടുത്താൽ അത് മോഷണം. ഞങ്ങളുടെ കൂടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ നെളിഞ്ഞ് നടക്കുന്നത്. കമ്പനിയിൽ കുറച്ച് പണം തട്ടിയാൽ നീ ഉടനെ ആക്ഷൻ എടുത്ത് പുറത്താക്കുമല്ലേടാ? പണം തിരിച്ചടച്ചില്ലെങ്കിൽ നീ എന്നെ ഓലത്തിക്കളയുമെന്നും എനിക്കൊന്ന് കാണണം. പണം തിരിച്ചടയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ പേരിൽ നീ എൻ്റെ നേർക്ക് ഒരു നടപടി എടുക്കാനും പാടില്ല. നിൻ്റെയൊക്കെ വിരട്ടുകേട്ട് അങ്ങനെ പേടിക്കാൻ ഈശ്വരമംഗലത്തെ സാരംഗിനെ കിട്ടില്ല. ഒരുപാട് കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നീ പെട്ടെന്ന് അനുസരിക്കില്ല. അവൻ്റെ കയ്യിലിരുന്ന വടിവാൾ വായുവിൽ ഉയർന്നു താണു. എവിടെ എത്തി സാരംഗ്? നന്ദുവിനെ വീട്ടിലിറക്കിയിട്ട് വരുമ്പോൾ എന്നുമുള്ള വിളിയാണ്. ഇന്നല്പം വൈകിപ്പോയി. അനീഷിനെയും ചെല്ലപ്പനെയും നീ അത്ര നിസ്സാരമായി കാണണ്ട. ഞാൻ അന്വേഷിച്ചപ്പോൾ അവന് കുറച്ച് രാഷ്ട്രീയ ഇടപാടുകളുള്ളതായി അറിഞ്ഞു. അതുകൊണ്ട് നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോട്ടെ, എന്ത് പറയുന്നു മിസ്സിസ് ശ്രീനന്ദ സത്യപ്രഭാക്? കഴിഞ്ഞ 7-ാം മാസം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിരുന്നപ്പോൾ ഡോക്ടർ ഹസ്ബൻഡിനെ തിരക്കിയെന്ന് പറയുന്നത് കേട്ടു. അടുത്ത തവണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉറപ്പായും ഹസ്ബൻഡിനെ കൊണ്ടുചെല്ലാമെന്ന് കക്ഷി വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, അങ്ങനെ പറഞ്ഞോ മാഡം? നീ കളിയാക്കേണ്ട. അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൾ കാരണമാണ് നീ പോയതെന്ന് പറഞ്ഞ്. നമ്മുടെ കമ്പനിയിൽ ചില അഴിച്ചുപണികൾക്ക് സമയമായി സാരംഗ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിച്ചുപണിയെന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൊളീഗ്സ് ഉണ്ട്. അവരുടെ കമ്പനിയിലെ ചില പേഴ്സണൽ സ്റ്റാഫിനെ നമ്മുടെ സ്റ്റാഫിലേക്ക് കൊണ്ടുവന്ന് ചില പോസ്റ്റുകളിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അതാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്താക്കും. എല്ലാം നിൻ്റെ ഇഷ്ടം. നിൻ്റെ അഭാവത്തിൽ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നികത്തിയെടുത്ത് പഴയതുപോലെ ആക്കണം. സംസാരിച്ചു കൊണ്ട് വരുമ്പോഴാണ് വഴിയിൽ ഒരു വണ്ടി വട്ടം ചാടിയത്. കണ്ണു തുളയ്ക്കുന്ന ലൈറ്റിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ആൾക്കാരെ സാരംഗ് വ്യക്തമായി കണ്ടു. യൂണിയൻ ലീഡർ ചെല്ലപ്പനും അനീഷും പിന്നെ കണ്ടാൽ അറിയാവുന്ന 1-2 ആൾക്കാരും. അവരുടെ കയ്യിലെ ആയുധങ്ങൾ കണ്ടപ്പോൾ ഒരു പണി വരുന്നുണ്ട് സത്യ. അനീഷും ഗ്യാങ്ങും വന്ന് ചാടിയിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ ലീഡർ ചെല്ലപ്പനും പിന്നെ 1-2 ആൾക്കാരും. നീ നിസ്സാരമാട്ടിൽ കൈകാര്യം ചെയ്യരുത് സാരംഗ്. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. എന്തായാലും നീ ഫോൺ വച്ചേക്ക്, ഞാൻ വിളിക്കാം. ഡോർ തുറന്ന് സാരംഗ് പുറത്തേക്കിറങ്ങി. ചോദ്യത്തിനോ പറച്ചിലിനോ നിൽക്കാതെ അവർ സാരംഗിൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. സത്യ സാരംഗിൻ്റെ ഫോണിലേക്ക് നിരന്തരം കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ മറുതലയ്ക്കിൽ നിന്ന് അനക്കമൊന്നും ഉണ്ടായില്ല. സത്യയ്ക്ക് ആപത്ത് മണത്തതും അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛൻ്റെ ഫോണിൽ രവീന്ദ്രനും മാധവനും കൂടി ഡ്രൈവർ ബാലനെയും വിളിച്ചുകൊണ്ട് പരക്കെ ഒരു അന്വേഷണത്തിനിറങ്ങി. റോഡ് വക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സാരംഗിൻ്റെ കാർ കിടക്കുന്നുണ്ടായിരുന്നു. പോലീസിനെയും വിവരം അറിയിച്ചിട്ട് കൊണ്ടായിരുന്നു തിരച്ചിൽ തുടങ്ങിയത്. അപ്പോഴേക്കും മാധവൻ്റെ ഫോണിലേക്ക് കോളെത്തി. മാർത്താണ്ഡൻ ഡോക്ടറായിരുന്നു വിവരം അറിയിച്ചത്. സീരിയസ് ആയി സാരംഗിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കുഞ്ഞിൻ്റെ നൂലുകെട്ട് പ്രമാണിച്ച് വാങ്ങുവാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റുമായി വൈകുന്നേരം ഇറങ്ങിയതാണ് ശിവ. ഇതിനിടയിൽ പല പല തിരക്കുകളിൽപ്പെട്ട് നേരം വൈകി. അതുകൊണ്ട് തന്നെ നീലുവിൻ്റെ വക വിളിയോട് വിളിയാണ്. ഒടുവിൽ എല്ലാ സാധനങ്ങളും വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് റോഡിൽ ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. കാറിൽ നിന്നിറങ്ങി വേഗം അയാളുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. ശിവ അടുത്ത് ചെന്നിരുന്ന് നേരെ കിടത്തുമ്പോഴാണ് ആ മുഖം ശ്രദ്ധിക്കുന്നത്. നീലു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സത്യയുടെ ബൈസ്റ്റാൻഡറായി ഇയാളെ കണ്ടിട്ടുണ്ട്. വേഗം തന്നെ അയാളെ എടുത്ത് കാറിൽ കിടത്തി അയാളുടെ അടുത്ത് ചിതറിക്കിടന്ന മൊബൈൽ ഫോണും മറ്റും കയ്യിലെടുത്തു. നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് നീലു വിളിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. മാർത്താണ്ഡൻ ഡോക്ടർ റിലേറ്റീവ്സിനെ അറിയിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ശിവ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. സുമയും ലതയും അമ്മുവും മുത്തശ്ശനും കൂടിയാണ് ഹോസ്പിറ്റലിലെത്തിയത്. നീ നന്ദുവിനെ വിവരം അറിയിക്കേണ്ടെന്ന് എല്ലാവരും കൂടിയാണ് തീരുമാനിച്ചത്. പക്ഷേ രമേശനെ മാത്രം വിളിച്ചു വിവരം അറിയിച്ചു. ആ സമയത്ത് ഫോൺ വന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രമേശനോട് ശിവൻ കാര്യം തിരക്കിയെങ്കിലും ഒരത്യാവശ്യമുണ്ട്, ഇപ്പോൾ വരാം എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ശിവനെ കണ്ടത്. രമേശൻ അങ്ങോട്ട് ചെന്ന് ശിവനെ പരിചയപ്പെട്ടിരുന്നു.
ഏകദേശം കാര്യങ്ങളും സാരംഗ് പറഞ്ഞ് നേരത്തെ അറിവുള്ളത് കൊണ്ട് തന്നെ അയാളോട് നന്ദി പറയാനും രമേശൻ മറന്നില്ല. സത്യയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രമേശൻ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറിയെങ്കിലും ശിവന്റെ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വന്നു. സത്യയുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അറിയാതെയാണെങ്കിലും നീലുവും കൂടി കാരണക്കാരിയാണല്ലോ എന്നോർത്തപ്പോൾ ശിവനും വിഷമം തോന്നി. താൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം നീലുവിനെ അറിയിക്കാതിരിക്കാൻ തന്നെ ശിവൻ തീരുമാനിച്ചു. സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. കയ്യിലും കാലിലും സാരമായി പരിക്കുണ്ട്. സർജറി ചെയ്ത് സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ചുനാൾ വേണ്ടി വരും എഴുന്നേറ്റ് നടക്കാൻ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. സുമയും ലതയും കരച്ചിലടക്കി കേട്ടു നിന്നു. ഇന്നൊരു ദിവസം ഒബ്സർവേഷനിലായിരിക്കും. രാവിലെ റൂമിലേക്ക് കൊണ്ടുവരും. മാധവൻ്റെ ഫോണിലേക്ക് തുടർച്ചയായി കോൾ വരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രമേശൻ അറ്റൻഡ് ചെയ്തത്. സാരംഗിൻ്റെ അവസ്ഥ രമേശനാണ് സത്യയോട് വിവരിച്ചത്. തൽക്കാലം നന്ദുവിനോടൊന്നും പറയേണ്ടെന്ന് തന്നെയായിരുന്നു സത്യയും പറഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ രമേശൻ അത് കേൾക്കുമോ? മുഖവുരയോട് കൂടിയുള്ള സത്യയുടെ പറച്ചിൽ കേട്ട് രമേശൻ എന്താണെന്ന് തിരക്കി. സാരംഗിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. തൽക്കാലം കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? ആലോചിച്ച് തീരുമാനമെടുത്ത് നാളെ തന്നെ എന്നെ അറിയിക്കണം. മറുപടി എന്തെങ്കിലും പറയും മുമ്പേ സത്യയുടെ ഫോൺ കട്ടായി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.